പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് സിമ്പിൾ ടെൻസിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് വേർബിൻ്റെ വേർബിൻ്റെ അഞ്ചാമത്തെ ഫോമിൻ്റെ കൂടെ, അതായത് ING ഫോമിൻ്റെ കൂടെ ആമീസ് ആർ ചേർന്ന് വരുന്ന സെൻറ്റൻസിനെയാണ്. ആമ് അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറ് പ്ലസ് ING വേർബാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ വേർബ് ഉപയോഗിക്കുന്ന രീതി. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അവളൊരു കത്ത് എഴുതുകയാണ്, അല്ലെങ്കിൽ അവളൊരു കത്ത് എഴുതുകയാകുന്നു. ഈ ടെൻസ് ഉപയോഗിക്കുന്നത് പ്രധാനമായും നിങ്ങൾക്ക് പൊതുവെ അറിയാവുന്നത് പോലെ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണ് ആ പ്രവൃത്തി നടക്കുന്ന സമയത്ത് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ട് ഒരു സെൻറ്റൻസ് പറയുന്ന സമയത്ത് ആ കണ്ടിന്യൂസിൽ പറയുന്ന പ്രവൃത്തി എന്താണോ അത് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ കൊടുത്ത ഉദാഹരണം എടുത്താൽ ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുമ്പോൾ അവളൊരു കത്ത് എഴുതുകയാണെന്ന് പറയുമ്പോൾ അവളൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവൾ എവിടെ, അവൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ അവൾ കത്ത് എഴുതിയാണ്. അവളുടെ റൂമിൽ പോയി നോക്കിയാൽ അവൾ കത്ത് എഴുതുന്നത് നമുക്ക് കാണാം. ഇതാണ് സംഭവം. 2013 കൊല്ലത്ത് നടന്ന LDC പരീക്ഷയിൽ വന്നൊരു ചോദ്യം ഇതാ: വി കനോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് ഡാഷ്. വി കനോട്ട് ഗോ ഔട്ട് നൗ, നമുക്കിപ്പോൾ പുറത്തു പോകാൻ കഴിയില്ല. കാരണം എന്താ? ബിക്കോസ് മഴ പെയ്യുകയാണ്. അപ്പം മഴ പെയ്യുകയാണെന്നാണ് പറയേണ്ടത്. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാരണത്താലാണ് പുറത്തു പോകാൻ പറ്റാത്തത്. അപ്പം വിൽ ബി റൈനിങ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? വിൽ ബി ഫ്യൂച്ചറിനല്ല കാണിക്കുന്നത്. വരാൻ പോകുന്ന മഴക്ക് വേണ്ടിയിട്ട് നമ്മളെന്തിനാ ഇപ്പോഴേ പുറത്തു പോകാൻ എടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വിൽ ബി വേണ്ട. വാസ് റൈനിങ് പറ്റുമോ? പറ്റില്ല. വാസ് റൈനിങ് പാസ്റ്റിൽ കഴിഞ്ഞ കാര്യമല്ല പറയുന്നത്. അപ്പോൾ ഇന്നലെ മഴ പെയ്തെന്ന് വെച്ചിട്ട് നമ്മൾ ഇപ്പോഴെന്തിനാ പുറത്തു പോകാൻ എടുക്കുന്നത്? അതുകൊണ്ട് അതും പറ്റില്ല. അതേ പാസ്റ്റ് തന്നെയാണ് ഹാഡ് ബീൻ റൈനിങ്. അതുകൊണ്ട് വാസ് റൈനിങ് പോലെ തന്നെ ഹാഡ് ബീൻ റൈനിങ് പറ്റില്ല. അപ്പം ഇപ്പം നടക്കുന്ന കാര്യം പറയണം. അതെന്താണ്? ഈസ് റൈനിങ് ആണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ നൗ എന്നൊരു ടൈം എക്സ്പ്രഷൻ ഉണ്ട്. നൗ എന്നൊരു വാക്ക് സെൻറ്റൻസിൽ കണ്ടാൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സാധാരണഗതിയിൽ ഏതാണെന്ന് വെച്ചാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. യൂഷ്വലി, റെഗുലർലി, ഓൾവേസ്, ഫ്രീക്വൻ്റ്ലി, ഒക്കേഷണലി ഇങ്ങനെയുള്ള വാക്കുകൾ കാണുമ്പോൾ ഡെയിലി, എവറി മന്ത്, എവറി ഡേ, എവറി ഇയർ, വൺസ് എ മന്ത് ഇങ്ങനെയുള്ള വാക്കുകൾ കാണുമ്പോൾ ഇങ്ങനെയുള്ള ടൈം എക്സ്പ്രഷൻസ് വരികയാണെങ്കിൽ ആ സെൻറ്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കുമെന്ന് പഠിച്ചതുപോലെ നൗ എന്ന വാക്ക് സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. നൗ എന്ന വാക്കാണ്, നിങ്ങൾ ഓർക്കണം, അപ് ടു നൗ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഉണ്ട്. അപ് ടു നൗ എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്നാണ്. ആ വാക്ക് ഉപയോഗിക്കാൻ ആ വാക്ക് കണ്ടാൽ നിങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നൗ എന്ന വാക്ക് മാത്രമായിട്ടാണ് ഇവിടെ. ഇപ്പം നൗ എന്ന വാക്കേ ഉള്ളൂ, അപ് ടു നൗ എന്നില്ലല്ലോ. ഇപ്പം നൗ, റൈറ്റ് നൗ, അറ്റ് ദ മോമെന്റ്, അറ്റ് ദിസ് വെരി മോമെന്റ്, അറ്റ് പ്രസന്റ്, അറ്റ് ദ പ്രസന്റ് മോമെന്റ്, അറ്റ് ദ പ്രസന്റ് ടൈം ഇങ്ങനെയുള്ള വാക്കുകൾ എല്ലാത്തിനും നൗ എന്ന അർത്ഥം, ഇപ്പോൾ എന്ന അർത്ഥം വരുന്നത്. പിന്നെ ഇപ്പോഴും എന്ന അർത്ഥം വരുന്ന സ്റ്റില്. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. വി ആർ സ്റ്റിൽ ലുക്കിംഗ് ഫോർ സംവൺ ഹു കമ്പൈൻസ് ഓൾ ദ നെസസറി ക്വാളിറ്റീസ്. At present, we are gleaning information from all sources. I am sure Suresh is tootling down the motorway at this very moment. ആദ്യത്തിൽ സ്റ്റിൽ ഉള്ളതുകൊണ്ട് കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചു. രണ്ടാമത്തിൽ അറ്റ് പ്രസന്റ് ഉള്ളതുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചു. മൂന്നാമത്തതിൽ അറ്റ് ദിസ് വെരി മൊമെന്റ് ഉള്ളത് കൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചു. ഇനി നമുക്ക് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ രണ്ടാമത്തെ ഉപയോഗത്തിലേക്ക് കടക്കാം. 2009 നടന്ന പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ PSC ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്. ജോൺ ഡാഷ് ടു ബോംബെ ടുമാറോ. ഈസ് ട്രാവലിംഗ്, ട്രാവൽ, ട്രാവൽസ്, ട്രാവൽഡ്. ഇവിടെ
ഏത് വേർബാണ് ഉപയോഗിക്കേണ്ടത്? ഈസ് ട്രാവലിംഗ് ആണോ, ട്രാവൽ ആണോ, ട്രാവൽസ് ആണോ, ട്രാവൽഡ് ആണോ? ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് പെട്ടെന്ന് തള്ളിക്കളയാം. ഒന്ന് ട്രാവൽ ആണ്. ജോണ് സിംഗുലർ ആയതുകൊണ്ട് ട്രാവൽ ഉപയോഗിക്കാൻ കഴിയില്ല, ട്രാവൽസ് എന്ന് ഉപയോഗിക്കണം. ഓപ്ഷൻ സിയിൽ ട്രാവൽസ് ഉണ്ട്. ടുമാറോ എന്ന വാക്ക് ഭാവി കാലത്തെ കാണിക്കുന്നത് കൊണ്ട് ഓപ്ഷൻ ഡിയിൽ പറയുന്ന ട്രാവൽഡ് എന്ന പാസ്റ്റ് ടൈമിനെ കാണിക്കുന്ന ആ വേർബ്, പാസ്റ്റ് വേർബ് ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കി വരുന്നത് ട്രാവൽസ് ആണ്, ഈസ് ട്രാവലിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ഫിക്സഡ് ടൈം ടേബിൾ ആയി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് പ്രോഗ്രാമായി ബന്ധപ്പെട്ടോ ഒക്കെ പ്രസന്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കാമെന്ന്. സാധാരണഗതിയിൽ ഒരു വ്യക്തി തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യം സമീപഭാവിയിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. യാത്രയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ വാക്ക് സാധാരണ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അതായത് അറൈവ്, കമ്മ്, ഡ്രൈവ്, ഫ്ലൈ, ഗോ, ലീവ്, സ്റ്റാർട്ട്, ട്രാവൽ. ഈ വാക്കുകളാണ് കൂടുതലായും പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിച്ച് കാണുന്നത്. അപ്പോൾ ഇവ ഉപയോഗിക്കുമ്പോൾ ഇവയുടെ കൂടെ സാധാരണഗതിയിൽ ഭാവിയെ കാണിക്കുന്ന, വരാനിരിക്കുന്ന കാലത്തെ കാണിക്കുന്ന ഒരു ടൈം എക്സ്പ്രഷൻ കൂടി ഉണ്ടാവും. ഇവിടെ ടുമാറോ എന്നുണ്ട്, അപ്പോൾ ഭാവിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പം ഞാനൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ എൻ്റെ ഒരു സുഹൃത്ത് കണ്ടിട്ട് എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ് എന്നാണല്ലേ പറയാറ്. അപ്പം വേർ ആർ യു ഗോയിങ് എന്നാണ് ചോദിക്കുക, എവിടേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ പറയുന്നത് എന്തായിരിക്കും? ഐ ആം ഗോയിങ് ടു കോഴിക്കോട്, ഞാൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ സംഭവം നടക്കുകയാണ്, എൻ്റെ ആ പോക്ക് നടക്കുകയാണ്. എന്നാൽ അവിടെ ടുമാറോ എന്ന വാക്ക് വെച്ചാലോ? ടുമാറോ എന്ന വാക്ക് വെച്ചാൽ അർത്ഥം മാറി. ഐ ആം ഗോയിങ് ടു കോഴിക്കോട് ടുമാറോ. അപ്പോൾ നാളെ ഞാൻ കോഴിക്കോട് പോകുകയാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ മറ്റു രീതിയിൽ പറയാവുന്നത് നമ്മളെന്താ പറയുന്നത്? നാളെ ഞാൻ കോഴിക്കോട് പോകുന്നുണ്ട്. ഈ അർത്ഥം കിട്ടാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഒരു ടൈം എക്സ്പ്രഷൻ്റെ കൂടെ, ഒരു ടൈം വേർഡിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. ഭാവിയെ കാണിക്കാൻ. ആ പോക്ക് നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണ്. അപ്പോൾ ഈ രീതിയിൽ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഇവിടെ ഈസ് ട്രാവലിംഗ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ടൈം ഷെഡ്യൂളായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫിക്സഡ് ടൈം, തീവണ്ടി പുറപ്പെടുക, ഒരു പരിപാടി തുടങ്ങുക, സിനിമ തുടങ്ങുക പോലുള്ളവയെല്ലാം ഫിക്സഡ് ടൈമിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രസന്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കാം. ഷെഡ്യൂൾഡ് പ്രോഗ്രാമൊക്കെ വലിയ വലിയ ആൾക്കാരാണ് സാധാരണ ചെയ്യുന്നത്. പ്രധാനമന്ത്രി, പ്രസിഡന്റ്, മന്ത്രിമാർ, അവരുടെയൊക്കെ പ്രോഗ്രാമുകളൊക്കെ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് ചെയ്യുന്ന അവിടെയും സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം. പക്ഷെ ഒരു സാധാരണ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നതെങ്കിൽ നമുക്കവിടെ അയാൾ ഫിക്സ് ചെയ്ത് വെച്ച ഒരു കാര്യം, ഇപ്പം ഞാൻ ഫിക്സ് ചെയ്ത് വെച്ച ഒരു കാര്യം നാളെയോ മറ്റന്നാളോ അടുത്ത ആഴ്ച, സാധാരണ സമീപ ഭാവിയിലാണ്. അപ്പോൾ നമുക്ക് അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഓർക്കുക. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ട് നോക്കുക. ഐ ആം മീറ്റിംഗ് ഹിം ടുമാറോ നൈറ്റ്. നാളെ രാത്രി അവനെ
കണ്ടുമുട്ടുന്നുണ്ട്, ഞാൻ അവനെ കാണുന്നുണ്ട്. ഇത് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു. തീരുമാനം എടുക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കില്ല. അന്നേരം ഉപയോഗിക്കുന്നത് ഐ വിൽ മീറ്റ് ഹിം. അപ്പം ഇപ്പോൾ ഒരു ഫോണിൻ്റെ പിന്നെ ബെല്ലടിക്കുന്ന സമയത്ത് നമുക്ക് ഈ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഫോൺ ഞാൻ എടുക്കാമെന്ന് പറയുമ്പോൾ ഐ വിൽ ആൻസർ ദ കോൾ എന്നേ പറയും. അപ്പം ഐ ആം ആൻസറിങ് ദ കോൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം തീരുമാനം ആ സമയത്ത് എടുക്കുന്നതല്ലേ. നമ്മൾ നേരത്തെ തീരുമാനം എടുത്ത് കഴിഞ്ഞിരിക്കണം. അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആണ് ഈ ടെൻസ് ഉപയോഗിക്കുക. അതുപോലെ നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ ടെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്ത ഇപ്പോൾ പരീക്ഷ പാസ്സാക്കുക നമ്മളെ തീരുമാനത്തിനല്ലല്ലോ. അത് നമുക്ക് നമ്മളെ തീരുമാനത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും പറ്റില്ല. അന്നേരം ഐ വിൽ പാസ് ദി എക്സാം എന്നേ പറയാൻ പറ്റും, അല്ലാതെ ഐ ആം പാസിങ് ദി എക്സാം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഐ ആം മീറ്റിംഗ് ഇൻ ടുമോറോ നൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മീറ്റ് ചെയ്യുന്നത് വേണ്ട, നാളെ രാത്രി വേണ്ട, ഇന്ന് രാത്രി വേണമെന്നാക്കാം, അല്ലെങ്കിൽ മറ്റന്നാളെ രാത്രിയൊക്കെ മാറ്റാം, അങ്ങനെ എന്തും ചെയ്യാമല്ലോ. അങ്ങനെ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, നമ്മൾ നേരത്തെ ഒരു കാര്യം തീരുമാനിക്കുന്നു, അതിനെക്കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് ഭാവി കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അടുത്തതായ ഒരു ഉപയോഗമുണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്. നമ്മൾ സാധാരണ ചെയ്യുന്ന അഥവാ പതിവായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ ശീലമാണ് എന്ന നിലക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണല്ലോ. പ്രസന്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ശീലത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ പതിവായി ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഇവിടെ കൊടുത്ത ഒരു ഉദാഹരണം നോക്കാം. ഒരു പരീക്ഷയിൽ വന്ന ചോദ്യം, എവറി ഡേ ഐ വാക്ക് ടു സ്കൂൾ ബട്ട് ടുഡേ ഐ ഡാഷ് ബൈ ബസ്. ആം ഗോയിങ്, ഗോ, വെന്റ്, ഗോയിങ്. എവറി ഡേ ഐ വാക്ക് ടു സ്കൂൾ, എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ പോകുന്നത് നടന്നിട്ടാണ്. ബട്ട് ടുഡേ, പക്ഷെ ഇന്ന് ഐ ഡാഷ് ബൈ ബസ്, പക്ഷെ ഇന്ന് ഞാൻ ബസ്സിലാണ് സ്കൂളിൽ പോകുന്നത്. ഇവിടെ സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് വ്യതിചലിച്ചു. നാളെ മുതലേ വീണ്ടും നടന്നിട്ടെന്ന് സ്കൂളിൽ പോകും. നടന്നിട്ട് സ്കൂളിൽ പോവുക എന്നതാണ് എൻ്റെ ശീലം. പക്ഷെ ഇന്ന് അതിനൊരു ഭംഗം വരും. ഇന്ന് ബസ്സിൽ പോകുന്നു എന്ന് വെച്ചാൽ ഇനി എപ്പോഴും ബസ്സിൽ പോകുക എന്നല്ല അർത്ഥം, നാളെ മുതലേ നടന്നിട്ടെന്ന് പോകും. ഇത്തരത്തില് താൽക്കാലികമായി വരുന്ന ഒരു കാര്യം കാണിക്കാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കണം. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് ആം ഗോയിങ് ആണ്. ഗോ പറ്റില്ല, ഗോ സ്ഥിരമായി ചെയ്യുന്നതാണെങ്കിൽ ഉപയോഗിക്കേണ്ടതല്ലേ. ഗോയിങ് വെക്കുമ്പോൾ ആമീസ് ആർ വാസ് വേറെ പോലത്തെ ഏതെങ്കിലും ഓക്സീവ് വേണം, അതില്ല. പിന്നെ വെന്റ് പാസ്റ്റ് ടൈമിനെയാണ് കാണിക്കുന്നത്. വർക്ക് പ്രസന്റ് ആയതുകൊണ്ട് ഇപ്പുറത്ത് പാസ്റ്റ് വെക്കാതിരിക്കുക, ഇപ്പോഴും പ്രസന്റ് വരാം. ആ പ്രസന്റ് ഒന്ന് ഗോ ആണ്, പക്ഷെ ഗോ വെക്കുമ്പോൾ നമുക്ക് സിമ്പിൾ പ്രസന്റിലേക്ക് കടക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രവൃത്തി, സാധാരണ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വെക്കേണ്ടത്. എവറി ഡേ ഐ വാക്ക് ടു സ്കൂൾ ബട്ട് ടുഡേ ഐ ആം ഗോയിങ് ബൈ ബസ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇംഗ്ലീഷിലെ ചില വേർബ്സ് കണ്ടിന്യൂസ് ടെൻസിൽ സാധാരണ ഉപയോഗിക്കാറില്ല. അത് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് എല്ലാവർക്കും സുപരിചിതമായ ലവ് എന്ന വാക്ക്. നമ്മൾ ഒരിക്കലും ആരും പറയുന്നതായി കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല ഐ ആം ലവിങ് യു. എല്ലാവരും പറയുക ഐ ലവ് യു. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ
എന്തുകൊണ്ടാണ് എല്ലാവരും ഐ ലവ് യു എന്ന് പറയുന്നത്, ഐ ആം ലവ് യു എന്ന് പറയാത്തതെന്ന്? അല്ലെങ്കിൽ നമുക്കൊരു വേറൊരു വേർഡ് എടുക്കുകയാണെങ്കിൽ ലവിൻ്റെ ഓപ്പോസിറ്റായ ഹെയ്റ്റ് എടുക്കാം, വെറുക്കുക. ആരും ഐ ആം ഹെയ്റ്റിങ് യു എന്ന് പറയാറില്ല, എല്ലാവരും പറയുന്നത് ഐ ഹെയ്റ്റ് യു എന്നാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ഐ ഡോണ്ട് നോ എന്നെല്ലാവരും പറയുന്നത് കേൾക്കാം, അല്ലെങ്കിൽ ഐ നോ എന്ന് പറയുന്നത് കേൾക്കാം. എന്നാൽ ആരും ഐ ആം നോയിങ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഐ ആം നോട്ട് നോയിങ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. അതെന്താ പറഞ്ഞാൽ ഇവിടെ ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ വാക്കുകൾ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്ന വേർബ്, അത്തരം വേർബുകളെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വേർബായിരിക്കണം. നമ്മുടെ ഇഷ്ടത്തിന് തുടങ്ങാനും നമ്മുടെ ഇഷ്ടത്തിന് നിർത്താനും കഴിയണം. അതല്ലാതെ നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത വേർബ്സ്, അതിനൊരു അവസാനം, അതായത് നമുക്ക് അവസാനിപ്പിച്ച് വീണ്ടും തുടങ്ങുക, എന്നിട്ട് വീണ്ടും അവസാനിപ്പിച്ച് വീണ്ടും തുടങ്ങുക, അങ്ങനെ പോകാൻ പറ്റില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് എന്ന ഒരു പ്രക്രിയ ഇത്തരം വേർബ്സിന് ഇല്ല എന്നതാണ്. പരീക്ഷയിൽ അത്യാവശ്യമായിട്ട് ഈ വേർബുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാറുണ്ട്. നിങ്ങൾ വളരെ ഗഹനമായിട്ടൊന്നും ഇത് പഠിക്കൊന്നും പാടില്ല, ഒരു താരതമ്യേനയുള്ള ഒരു കുറച്ച് അറിവ് നിങ്ങൾ ഇതിനെക്കുറിച്ച് നേടിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഒരാളെ ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ലവ് നിർത്താനും തുടങ്ങാനും പറ്റില്ല. നിങ്ങളിപ്പോൾ അവിടെ പഠിക്കാനിരിക്കുന്നു, നിങ്ങൾ ഒരു 9 മണിക്ക് പഠിക്കാനിരിക്കുന്നു, ഒരു 10-11 മണി വരെ പഠിക്കാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ഈ 11-2 മണിക്കൂറിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ പഠനം അവിടെ നിർത്താം. പെട്ടെന്നൊരു സുഹൃത്ത് വന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് പഠനം നിർത്തിയിട്ട് സുഹൃത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കാം. ഇനി സുഹൃത്തിൻ്റെ കൂടെ പുറത്തു പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പഠനം തുടരാം. അതിൻ്റെ ഇടയിൽ ആ പഠനത്തിന് സ്റ്റോപ്പ് വന്നു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് തുടങ്ങാനും നിങ്ങളുടെ ഇഷ്ടത്തിന് നിർത്താനും വീണ്ടും തുടങ്ങാനും നിർത്താനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് പഠിക്കുക എന്നത്. അതുപോലെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി പഠിപ്പിക്കുക എന്നത്, തിന്നുക എന്നത്, എഴുതുക എന്നത്, കളിക്കുക എന്നത്, അങ്ങനെ ഇംഗ്ലീഷിലുള്ള മിക്കവാറും എല്ലാ വേർബ്സും നമുക്ക് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാം. എന്നാൽ ചില വേർബ്സിന് ഉള്ള പ്രശ്നം അവ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അത് സ്റ്റാറ്റീവ് വേർബ്സ് എന്നാണ് അവയെ പറയുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്ന വേർബിനെ ഡൈനാമിക് വേർബ്സ് എന്നും അങ്ങനെ പറ്റാത്തതിനെ സ്റ്റാറ്റീവ് വേർബ്സ് എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവന് ഇഷ്ടമുള്ള സമയത്ത് ഈ സ്നേഹം നിർത്തിയിട്ട് അവന് ഇഷ്ടമുള്ള സമയത്ത് വീണ്ടും തുടങ്ങാൻ പറ്റുന്ന ഒന്നല്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതെന്താകുന്നില്ല, സ്റ്റോപ്പാകുന്നില്ല. അവൻ കളിക്കുന്ന സമയത്തും അവന് അവളോടുള്ള സ്നേഹമുണ്ട്, അവൻ പഠിക്കുന്ന സമയത്തും അവന് അവളോടുള്ള സ്നേഹമുണ്ട്. സ്നേഹം അവിടെ എന്താകുന്നില്ല, കട്ടാകുന്നില്ല. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകേണ്ട ദിവസമാണ്, അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് നമുക്ക് ക്രൈസ്തവാലയത്തിൽ പോകേണ്ട ദിവസമാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്, പ്രത്യേക ചടങ്ങുകളുകൊണ്ട് അമ്പലത്തിൽ പോകേണ്ടതുണ്ട്. ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് അമ്പലത്തിൽ കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്രൈസ്തവാലയത്തിൽ കയറുന്ന സമയത്ത്, അതല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ കയറുന്ന സമയത്ത് ഈ ലവിനെ അവിടെ അങ്ങോട്ട് മാറ്റി നിർത്താം. എന്നിട്ട് പള്ളിയിലെയോ അമ്പലത്തിലെയോ ക്രൈസ്തവാലയത്തിലെയോ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം റോഡിൽ ഇറങ്ങിയിട്ട് വീണ്ടും എന്ത് ചെയ്യാം, ഈ ലവ് അങ്ങോട്ട് തുടങ്ങാം. അങ്ങനെയൊന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് എന്നാ ചിന്തിച്ചാൽ വെറുപ്പും അങ്ങനെയാണ്.
നമ്മൾ ഒരാളെ വെറുത്ത് തുടങ്ങിയാൽ ആ വെറുപ്പ് അതിൻ്റെ അവസാനം ഉണ്ടാവാം. വെറുപ്പ് അവസാനിച്ച് നമ്മൾ വീണ്ടും ഫ്രണ്ടിലൊക്കെ ആവുന്നില്ലേ? പക്ഷെ അതുവരെയും ഈ വെറുപ്പ് നമ്മുടെ കൂടെ ഒരു ബാധ പോലെ വരികയാണ്. അതിന് സ്റ്റോപ്പില്ല. നമുക്ക് തോന്നുമ്പോൾ നിർത്താനും തുടരാനും കഴിയില്ല. അറിവ് അങ്ങനെയല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ പേരറിയാം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം, ഇന്ന് ഞായറാഴ്ച സാറിൻ്റെ പേരങ്ങ് മറന്നേക്കാം. എന്നിട്ട് തിങ്കളാഴ്ച മുതൽ വീണ്ടും ഓർമ്മിക്കാം. അങ്ങനെ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള വേർബ്സിനെയാണ് അറ്റമില്ലാത്ത അല്ലെങ്കിൽ അവസാനമില്ലാത്ത വേർബ്സ്, നോൺ കൺക്ലൂസീവ് വേർബ്സ് എന്നാണ് വിളിക്കുന്നത്. അത്തരം വേർബ്സ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് വളരെ കുറച്ച് വേർബ്സേ ഉള്ളൂ. അത്തരത്തിലുള്ള അർത്ഥം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്തരം വേർബ്സിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സി ആണ്. സി കാണുക എന്ന അർത്ഥത്തിലാണ്. കാണുക എന്ന അർത്ഥത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാഴ്ച ശക്തി നമുക്ക് എപ്പോഴും കൂടെയുള്ളതാണ്. അപ്പം അത് കണ്ടിന്യൂസ് ടെൻസ് സാധാരണ ഉപയോഗിക്കാറില്ല. എന്നാൽ ഈ കാണുക എന്ന അർത്ഥത്തിന് പുറമെ സന്ദർശിക്കുക എന്നൊരർത്ഥമുണ്ട് സിക്ക്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം കണ്ടിന്യൂസ് ടെൻസിന്. സന്ദർശനം നമ്മുടെ ഇഷ്ടത്തിനല്ലേ. നാളെ ഒരാളെ സന്ദർശിക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ തീരുമാനിച്ചു ഇന്ന്, പക്ഷെ നാളെ ആ സമയത്ത് സന്ദർശിക്കേണ്ടെന്ന് തീരുമാനിക്കാനും മറ്റന്നാളെ പോയി സന്ദർശിക്കാനും നമുക്ക് പറ്റുമല്ലോ. അർത്ഥ വ്യത്യാസം വരുമ്പോൾ ചില വാക്കുകൾ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അതുപോലെ ഹിയർ, കേൾക്കുക. കേൾക്കൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ റോഡ് സൈഡിലൂടെ പോകുമ്പോൾ യേശുദാസിൻ്റെ നല്ല ഇമ്പമാർന്ന ഗാനം നമ്മൾ കേൾക്കും. എന്ത് ചെയ്യാനാ? ചുവട് പൊത്തിയിട്ടൊക്കെ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കണ്ടിന്യൂസിൽ വേണ്ട. എന്നാൽ ഹിയറിന് വിചാരണ ചെയ്യുക എന്നുള്ള അർത്ഥം, കോടതിയിലെ ഹിയറിങ് വിചാരണ ചെയ്യുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാം. വിചാരണ ചെയ്യണോ വേണ്ട എന്നൊക്കെ എപ്പം തുടങ്ങണം എപ്പം നിർത്തണോ എന്നൊക്കെ ജഡ്ജിക്ക് തീരുമാനിക്കാനല്ല. അതുപോലെ ഈ കാണുക ചെയ്യാന്നെങ്കിൽ നോക്കുക എന്നൊരു വാക്കുണ്ടല്ലോ, ലുക്ക്. നോക്കുക കണ്ടിന്യൂ ചെയ്യാം, കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാം. കാരണം നോക്കൽ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നൊരു കാര്യമാണ്. സ്മെല്ല്, മണക്കുക. കണ്ടിന്യൂസ് ടെൻസ് കൊണ്ട് നമുക്ക് എന്തായാലും ആ ശക്തി എപ്പോൾ ഉണ്ടാവും. പക്ഷെ മണപ്പിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന, നമുക്ക് മണപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. അത് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ടേസ്റ്റ്, രുചി വരിക, നമുക്ക് രുചി തോന്നുക. കണ്ടിന്യൂസ് ടെൻസ് ഇല്ല. നാവിൽ എപ്പം വെച്ചാലും നമുക്ക് രുചി തോന്നും. എന്നാൽ രുചിച്ച് നോക്കലുണ്ടല്ലോ, ഇപ്പോൾ കറിയിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്നില്ല, അത് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാം. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള മറ്റ് വേർബ്സ് നോക്കുക. വാണ്ട്, വിഷ്, ഡിസയർ, ഫർഗീവ്, ഫർഗെറ്റ്, റിമെമ്പർ, ബിലീവ്, ലവ്, ലൈക്ക്, പ്രിഫർ, ഹെയ്റ്റ്, ഡിസ്ലൈക്ക്, റിഗ്രറ്റ്. തിങ്ക്, തോന്നുക എന്ന അർത്ഥത്തിലാണ്. തിങ്കിനെ ആലോചിക്കുക, ചിന്തിക്കുക എന്നൊരു അർത്ഥമുണ്ട്. അത് നമുക്ക് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാം. കാരണം അത് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാം. നമ്മളിപ്പോൾ ഇരുന്നിട്ട് നമ്മൾ കുറച്ചാൾ ഇരുന്നിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു. ഒരു അരമണിക്കൂർ ആലോചിച്ചതിന് ശേഷം നമ്മൾ വിട്ടു. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. പിന്നെ നമ്മൾ മറ്റു പല കാര്യങ്ങളിലാണ് ഏർപ്പെടുന്നത്. ആ ആലോചന അവിടെ തീർന്നു. പിന്നെ വേണമെങ്കിൽ അടുത്ത കണ്ടുമുട്ടലിലായിരിക്കും അക്കാര്യം വീണ്ടും ആലോചിക്കുക. അപ്പം കുറേ ഗ്യാപ്പ് വന്നു. അതുകൊണ്ട് ആലോചിക്കുക, ചിന്തിക്കുക എന്ന അർത്ഥത്തിൽ തിങ്ക് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. തോന്നലുണ്ടല്ലോ, അവൾ നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു, ആ തോന്നൽ എപ്പോഴും മനസ്സിലുണ്ടാവും. അത് കണ്ടിന്യൂ ചെയ്യില്ല. അതേ അർത്ഥം വരുന്ന ഫീല്, സീമിനും തോന്നുക എന്നർത്ഥം. അതുപോലെ നോ, അണ്ടർസ്റ്റാൻഡ്, റിയലൈസ്, മീൻ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുക, ഉദ്ദേശിക്കുക എന്ന അർത്ഥത്തെ. അതുപോലെ സപ്പോസ്, ഹാവ്, ഐ ഹാവ് എ ബ്രദർ എന്നേ പറയോ, ഐ ആം ഹാവിങ് എ ബ്രദർ എന്ന് പറയില്ല. ഓൺ, ഓ, പൊസസ്, ബിലോങ്, കണ്ടെയ്ൻ, കൺസിസ്റ്റ്, ഹോസ്റ്റ്, റിസംബിൾ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ സാധാരണ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാറില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പഠിച്ചത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗമാണ്. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ മാത്രമല്ല, ഒരു കണ്ടിന്യൂസ് ടെൻസിലും ഞാൻ ഇപ്പം പറഞ്ഞ വാക്കുകൾ നോൺ കൺക്ലൂസീവ് വേർബ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഓർമ്മിക്കുക. അല്ലാതെ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ മാത്രമല്ല, ഒരു കണ്ടിന്യൂസിലും ഈ വേർബ്സ്, ഈ പറഞ്ഞ അല്പം വേർബ്സ്, കുറച്ച് വേർബ്സ് ഉപയോഗിക്കാറില്ല എന്ന കാര്യം ഓർക്കണേ. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിന് എത്ര ഉപയോഗങ്ങളുണ്ടെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. പ്രസൻറ്റ് കണ്ടിന്യൂസിന് 3 ഉപയോഗങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉപയോഗമാണ് പറയുന്ന സമയത്ത് പ്രവൃത്തി
ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി. അതിനിടയിൽ പറയട്ടെ, ഈ പ്രവൃത്തി ചെയ്യാത്ത സമയത്ത് ഇത് ഉപയോഗിക്കാമോ എന്നൊരു ചോദ്യമുണ്ട്. പ്രവൃത്തി ചെയ്യാത്ത സമയത്ത് ചില ഘട്ടത്തിൽ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കേണ്ടി വരും. അതുകൂടി ഓർക്കുക. അതെപ്പോഴാണെന്ന് വെച്ചാൽ, ഇപ്പം ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയോട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി സാറേ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ എന്താണ്? ഐ ആം റീഡിങ് ഇറ്റ്, അല്ലെങ്കിൽ ഐ ആം റീഡിങ് ഇറ്റ് നൗ എന്ന് പറയലുണ്ട്. അതിൻ്റെ അർത്ഥം ആ ക്ലാസ്സിൽ വെച്ചിട്ട് കുട്ടി വായിക്കുന്നു എന്നല്ല. അതിൻ്റെ അർത്ഥം കുട്ടി ആ പുസ്തകം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടില്ല. പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് ക്ലാസ്സിൽ വന്നത്. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ആ പുസ്തകം വായിച്ച് കംപ്ലീറ്റ് ആക്കുക എന്നാണ്. അപ്പം നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഫോൺ വന്നു. ഫോൺ വന്നിട്ട് പോയിട്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്ത്, അപ്പം കൂട്ടുകാരൻ താനെന്താടോ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക? ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഫോണിലൂടെ പറയുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അന്നേരം ഫോണിലൂടെ സംസാരിക്കല്ലേ ഇന്ന്. അപ്പം ഞാൻ തന്നോട് സംസാരിക്കുകയാണ് എന്നല്ലല്ലോ പറയാം നമ്മൾ. അതെന്താ കാര്യം? ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് എഴുന്നേറ്റ് വന്നത്, എന്നിട്ടാ സംസാരിക്കുന്നത്. അപ്പോൾ ആ സംസാരം കഴിഞ്ഞതിന് ശേഷം പോയിട്ട് ആ ഭക്ഷണം വീണ്ടും കഴിക്കാനിരിക്കും, എന്നിട്ട് ഭക്ഷണം പൂർത്തീകരിക്കും. ഭക്ഷണം കഴിക്കൽ പൂർത്തിയാക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്നതിന് ഇടയിൽ പോയിട്ട് അക്കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കേണ്ട ടെൻസ് കൂടിയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് ഓർക്കണം. പിന്നെ സാധാരണഗതിയിൽ അത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രവൃത്തി ഒന്നുകിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഉള്ള കാര്യമാണ് പറയുന്നുണ്ടാകുക. അങ്ങനെയാണ് നമ്മൾ സാധാരണ മലയാളത്തിലും പറയുന്നത്. അക്കാര്യം കൂടി ഒന്ന് ഓർമ്മിക്കുക.